ഈ ജിന്ന് മുജാഹിദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അസ്ലും ഫസ്ലും ഇല്ലാത്തൊരു സംഘടനയാണ്. എന്തെങ്കിലും ഒരു അസ്ല് വേണ്ടേ? അതില്ല. നിങ്ങൾ ആലോചിച്ചോക്ക്, KNM-ൽ നിന്ന് ജിന്ന് മുജാഹിദ് എന്തു പറഞ്ഞിട്ടാണ് പിണങ്ങിപ്പോന്നത്? AP അബ്ദുൽ ഖാദർ മൗലവിയെയും അബ്ദുറഹ്മാൻ സലഫിയെയും ഒക്കെ തെറി പറഞ്ഞ് വഹാബി ജിന്നുകള് എന്തിനാണ് ഒരു പുതിയ സംഘടന ഉണ്ടാക്കിയത്? അതിന് വഹാബികൾ പറഞ്ഞ ന്യായം ബഹുരസമാണ്. അതിന് വഹാബികൾ ഉണ്ടാക്കിയ തെളിവുകളും അടിസ്ഥാനങ്ങളും അതിനേക്കാളും ബഹുരസമാണ്. എന്താ വഹാബികൾ പറഞ്ഞത്? ഹദീസൊക്കെ ലൈഫ് തന്നെയാണ്. പക്ഷേ ആ ഹദീസ് ലൈഫ് ആണെങ്കിലും ആ ഹദീസിൽ പറഞ്ഞ ആശയം ശിർക്കാന്ന് പറയാൻ പാടില്ല. ഏതാണ് ഹദീസ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിജനമായ പ്രദേശത്ത് വെച്ച് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ കാണാത്ത ആളുകൾ, നിങ്ങൾ കാണാത്ത മാധ്യമത്തിലൂടെ അത് കേട്ട് നിങ്ങൾ കാണാത്ത വഴികളിലൂടെ അവർ നിങ്ങളെ സഹായിക്കാൻ വരും. അങ്ങനെ അദൃശ്യമായ വഴികളിലൂടെയുള്ള സഹായം വഹാബികൾക്ക് ശിർക്കാണ്. അത് അള്ളാഹുവിൽ നിന്നല്ലാതെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ്. അതിനെ ഗണ്ണിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. പക്ഷേ ആ ഹദീസ് വഹാബികളിൽ ജിന്നുകൾ പറഞ്ഞു അത് ലൈഫാണ് സംഗതി. പക്ഷെ അതിന്റെ മത്തിന് ഒരിക്കലും ശിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല. എന്താ കാരണം? പറഞ്ഞാൽ ഇമാമിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇമാമിങ്ങളെ കിതാബിലൊക്കെ ശിർക്കുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഹദീസിന്റെ സനദ് ലൈഫാണെങ്കിൽ പോലും അതിന്റെ ആശയം ഇമാമിങ്ങൾ അംഗീകരിച്ചതും പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമാണെങ്കിൽ അതിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല. മൗലവി സക്കരിയ പറയുന്നുണ്ട്, എന്തായിരുന്നു അവരുടെ ആശയം? ഇമാമിങ്ങളെ ശിർക്ക് ആരോപിക്കാൻ പാടില്ല. യാ ഇബാദല്ലാഹിന്റെ ആശയത്തിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇമാമിങ്ങളെ ശിർക്കാക്കല് വരും. എന്നാ ഇപ്പൊ കണ്ട മുസ്ലിയാക്കന്മാരെ മുഖം തെളിഞ്ഞു. വീണ്ടും വീണ്ടും ചോദ്യങ്ങളാ. എന്താ കാരണം? ഇസ്ലാഹിൽ എഴുതിയത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചു. സുഹൃത്തുക്കളെ, ഇസ്ലാഹിൽ എഴുതിയത് ശിർക്കാന്ന് പറഞ്ഞാൽ എന്തായി നിങ്ങൾ? ഇത് ആരൊക്കെ ശിർക്കിലേക്ക് പോയി? ഇമാം അഹമ്മദ് ശിർക്കിലേക്ക് പോയി, ഇമാം ബൈഹഖി ശിർക്കിലേക്ക് പോയി, ഇമാം തബറാനി ശിർക്കിലേക്ക് പോയി. ഞാൻ ഇമാം അഹമ്മദ് മുശ്രിക്കാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇമാം അഹമ്മദ് ചെയ്തത് ശിർക്കാണ് എന്ന് പറയാം. അടുത്ത തലമുറ പറയും ഇമാം അഹമ്മദ് മുശ്രിക്കല്ലേ, അയാളെ മുസ്നദ് സ്വീകരിക്കാൻ പറ്റുമോ? 20,000-ഓളം ഹദീസുള്ള ഇമാം അഹമ്മദിന്റെ മുസ്നദ് അഹ്ലുസുന്നത്തിന്റെ വലിയൊരു ഹദീസ് ഗ്രന്ഥാണ്. ശിർക്കുള്ള ആളെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? ഏത് സാധാരണക്കാരനും അറിയില്ലേ? പിന്നെ ഇമാം ബൈഹഖി പറയുന്നു ഇതനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ സാലിഹ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ 3 എണ്ണമുണ്ട്. സുനനുൽ കുബറയുണ്ട്, സുനനു സുഗറയുണ്ട്, ശുഅബുൽ ഈമാനുണ്ട്. 4-മതായി ബൈഹഖിയുടെ അൽ ആദാബുണ്ട്. ഈ 4 ഹദീസ് ഗ്രന്ഥം സ്വീകരിക്കാൻ പറ്റൂല. അടുത്ത തലമുറ പറയും. പിന്നെ പറയും തബറാനി പറഞ്ഞിരിക്കുന്നു, ഈ ഹദീസ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞ ആശയം. അപ്പൊ തബറാനിന്റെ മുഅ്ജമുൽ കബീർ പറ്റൂല, മുഅ്ജമുൽ സഗീർ പറ്റൂല, മുഅ്ജമുൽ ഔസത്ത് പറ്റൂല. അടുത്ത തലമുറ ഒക്കെ തള്ളും. ആരൊക്കെ തള്ളുങ്ങള്? തനിച്ച ഹദീസ് നിശ്ചയത്തിലേക്കാ പോണത്. ഇതിപ്പോ ശിർക്കാണെന്ന് പറഞ്ഞാൽ എന്താണ്? ആരൊക്കെ മുശ്രിക്കാവും സുഹൃത്തുക്കളെ? ഈ ഒരു അടിസ്ഥാനം വെച്ചൊരു മുജാഹിദിന് മുജാഹിദായി ജീവിക്കാൻ പറ്റുമോ? അതേ അടിസ്ഥാനം വെച്ച് ഇസ്തിഗാസ ശിർക്കല്ല എന്ന് പറയേണ്ടി വരില്ലേ വഹാബികളെ? കാരണം ഇബ്നു കസീറിന്റെ തഫ്സീറില് റസൂലുള്ളാഹിന്റെ ജാറത്തിങ്ങ വന്നതില്ലേ? എത്ര ഇമാമിങ്ങള് നിങ്ങൾ ശിർക്കാക്കുന്നത് പോലെയുള്ള വിഷയങ്ങള് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എത്ര ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഹാബി ജിന്നിനെ ഒരു അസ്ൽ അതുമ്പോ നിൽക്കാൻ കഴിയൂല. അതിന്റെ ഒരു ഉദാഹരണം നോക്ക് നിങ്ങൾ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകാൻ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അതാ വസിയത്ത് ചെയ്യുകയാണ്. എന്താണ് പറഞ്ഞത്? ഫവസ്സിൽനി ബിൽ കഫില്ലദീ വസൽത ബിഹി റസൂലല്ലാഹ്. അലിയാരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിച്ച അതേ കൈ കൊണ്ട് എന്നെ കുളിപ്പിക്കണേ, എന്നിട്ടോ എന്നെ നിങ്ങൾ കൊണ്ടുപോകണേ, അള്ളാന്റെ റസൂലിന്റെ ജാറത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണോ. ഫസ്തഅ്ദനു, എന്നിട്ട് എന്നെ റൗളയിലാണ് മറവ് ചെയ്യേണ്ടത്. പക്ഷേ മുത്തുനബിയോട് സമ്മതം ചോദിച്ച് പെർമിഷൻ എടുക്കാതെ എന്റെ ജനാസ അകത്തു വേറ്റരുത് കേട്ടോ. ആരാ പറയണേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരോട്? അലി റളിയല്ലാഹു അൻഹുവിനോട്. അങ്ങനെ എന്ത് ചെയ്തു? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനാസയേറ്റ് ജാറത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. അവര് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് അബൂബക്കറും ഫിൽ ബാബ്. നബിയേ, സിദ്ദീഖ് തങ്ങൾ ജാറത്തിന്റെ മുന്നിലുണ്ട്, ഞങ്ങൾ കൊണ്ടുവരട്ടെ. ആരാ വിളിക്കണത്? അള്ളാന്റെ റസൂലിനെ. എന്നിട്ട് എന്താ പറയുന്നത്? സിദ്ദീഖ് തങ്ങളെ ജാറത്ത് കയറ്റാനുള്ള അനുമതിയാണ്. അപ്പൊ വഹാബിയാളെ വാദം എന്താണ്? വഫാത്തായ റസൂലുള്ള കേക്കും മറുപടി തരും എന്നൊക്കെ
എന്നൊക്കെ വിചാരിച്ച് വിളിച്ചാൽ അത് ശിർക്കാണ്, റസൂലുള്ളാഹിനെ പടച്ചോനാക്കലാണ്. എന്നാൽ ജിന്ന് മുജാഹിദിന്റെ അസ്ലെന്താണ്? ഇമാമിങ്ങൾ ശിർക്ക് എഴുതി എന്ന് പറയാൻ പാടില്ല, പ്രചരിപ്പിച്ചു പ്രവർത്തിച്ചു എന്ന് പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫൈസൽ മൗലവിന്റെ മുഖാമുഖത്തിലേക്ക്, ഇത് ഫൈസൽ മൗലവി നടത്തുന്ന മുഖാമുഖമാണ്. ആ മുഖാമുഖത്തിൽ നമ്മളൊരു സുന്നി ഫൈസൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ഒരു ചോദ്യം ചോദിച്ചു. അല്ല മൗലവി, നമ്മൾ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ റൗളന്റെ മുമ്പ് കൊണ്ടുപോയി വെച്ചതോ മുത്തുനബിയെ വിളിച്ചതൊക്കെ റാസി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എന്തിത്താപ്പ അതിന്റെ കഥ? ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ജാറത്തിനടുത്ത് വന്നുകൊണ്ട് മറവ് ചെയ്യാൻ അനുവാദം ചോദിച്ച സംഭവമുണ്ട്. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചുരുങ്ങിയ വിഷയത്തിൽ പറയണം. ഇത് മറ്റ് മുജാഹിദുകളോട് ചോദിക്കുകയാണെങ്കിൽ വേറൊരു മറുപടിയാണ്. ഓൽക്ക് പിന്നെ മേപ്പറല്ലാത്തവൻ എന്തത്ത് തീപ്പൊരിയാ. ഓല് പറയാ ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തുകണ്, ഇമാമിങ്ങൾ ശിർക്ക് പ്രചരിപ്പിച്ചിട്ട് അതിനെന്താ ഓൽക്ക് പേച്ചതാണ്. അങ്ങനെ പറയാൻ പാടില്ല. യാ ഇബാദല്ല ഇമാമിങ്ങളൊക്കെ ചെയ്തതാന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ സാധനമാണ് ജിന്നു മുജാഹിദ്. അതുകൊണ്ടാണ് നമ്മളെ നാടൻ ഫൈസല് മൗലവി ഫൈസലിനോട് ചെന്നിട്ട് ഈ സംഭവം ചോദിക്കുന്നത്. അല്ല റാസിയിൽ ഇങ്ങനല്ലേ, ഇമാമിങ്ങൾ ശിർക്ക് എഴുതി പഠിപ്പിക്കൂലല്ലോ. അപ്പൊ മൗലവിന്റെ മറുപടി എന്താ അറിയോ? അതിന് എന്താ പ്രശ്നോ? അള്ളാന്റെ റസൂൽ ഇങ്ങട്ടല്ലേ മറുപടി പറഞ്ഞത്, അതല്ലേ റാസിയിലുള്ളത് എന്ന് മൗലവി ആളെ കുപ്പിയിലാക്കുകയാണ്. നബിയുടെ ഖബറിൽ കൊണ്ടുവന്നു വെച്ചു എന്നാണ് റാസിയിൽ ഉള്ളത്. അതാണ്, അതുണ്ടല്ലേ തഫ്സീർ റാസിയിൽ അങ്ങനെ സംഭവമുണ്ട്. പക്ഷേ അതിന് സനദോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല, സനത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമാമിങ്ങൾ എഴുതി വെച്ചതിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പറ്റൂല എന്നല്ലേ ജിന്നു മുജാഹിദ് നിങ്ങളെ അസ്ല്? അതല്ല നിങ്ങളെ മൊരട്. അതും പറഞ്ഞല്ലേ നിങ്ങൾ എ.പി. അബ്ദുൽ ഖാദർ മൗലവിനെ ഹദീസ് നിഷേധിയാക്കിയത്. എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഇമാമിങ്ങളെ മുശ്രിക്കാക്കിയ സംഘടനന്റെ ആളാന്ന് പറഞ്ഞത്. അതേ നിങ്ങളോടാ ചോദിക്കണത്. ഇമാമിങ്ങൾ പറഞ്ഞതിന്റെ സനത് പിന്നാലോചിച്ച ശിർക്കുണ്ടോ ഇല്ലേ? മിൻ കറാമാതിഹി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടാണ് തഫ്സീർ റാസിയിൽ ആ ഭാഗം ആരംഭിക്കുന്നത്. ഉണ്ട്. ഇനി അതിന്റെ അടിയിൽ നിന്ന് മൂപ്പര് കക്കും. എന്നിട്ട് മുത്തുനബിന്റെ ജാറത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടിയൊരു മറുപടി ഉണ്ട്, അത് പറയും. അങ്ങോട്ട് ചോദിച്ചത് പറയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവരികയും നബിയുടെ റൗദയുടെ ഭാഗത്ത് അത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തപ്പോൾ ഫനൂദിയ മിന ഖബരി, ഖബറിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. അല്ലല്ലല്ല, വനൂദിയ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ മുമ്പ് കൊണ്ടുപോയി സിദ്ദീഖ് തങ്ങളെ ജനാസ വെക്കുകയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളുടെ ആ സ്വഹാബ് റസൂലില്ലാഹി വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറും ബിൽ ബാബ്. മുത്തുനബിനെ വിളിച്ചതും ഔത്ത് കയറ്റാൻ സമ്മതം ചോദിച്ചതുണ്ട്. അവിടുന്ന് മൗലവി നേരെ ചാടിയിട്ട് ചോദിച്ചത് പറഞ്ഞില്ല, ഉത്തരം കൊടുത്തതാ പറയണേ. ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് അവിടുന്ന് വിളിച്ചു പറയപ്പെട്ടു എന്നാണ് തഫ്സീർ റാസിയിൽ ഉള്ളത്. അതാണ്. അത് മാത്രല്ല, അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് മുത്തുനബിനെ, സമ്മതം ചോദിച്ചിട്ടുണ്ട് മുത്തുനബിനെ. അതിന്റെ ഉത്തരം അദൃശ്യമായ വഴിക്ക് ഇങ്ങോട്ട് മുത്തുനബി കൊടുത്തത്. പക്ഷെ തഫ്സീർ റാസി അതിന് സനദില്ല, പരമ്പര കൊടുത്തിട്ടില്ല, എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. ഫൈസൽ അറിയാമല്ലോ, ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അദ്ദേഹം നബിയിൽ നിന്ന് ലഭിക്കുന്ന സനദടക്കം ഹദീസ് ഉദ്ധരിക്കുന്ന ഒരു മുഹദ്ദിസ് അല്ല. അതൊക്കെ നമ്മളെ ഫൈസലിന് അറിയാം. ഫൈസൽ ഒരു സുന്നിയ. എന്നാൽ മൗലവി ഫൈസലിനോട് ഇത് ചോദിക്കാനുള്ള കാരണം ഹദീസിന്റെ സനദ് ലൈഫാണോ സിഹത്താണോ നോക്കാനല്ല. എന്തുകൊണ്ട്? ഫൈസൽ മൗലവിക്ക് മൂപ്പര് റാസി തന്നെ പലതും പറയും, അതിന് മൂപ്പർക്ക് സനദൊന്നും പ്രശ്നമല്ല. നിങ്ങൾ നോക്കി, ഇതേ ഫൈസൽ മൗലവി അതേ റാസിയിൽ നിന്ന് വേറൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. നമ്മളെ തൂവക്കാട്ട് ഉദ്ധരിച്ചതാ. അവിടുന്ന് മൂപ്പർ എന്ത് പറയുന്നുണ്ട്? റാസി ഇമാമിന്റെ കിതാബിൽ അതുണ്ട്, സനദ് ലൈഫാന്നൊക്കെ പറയുന്നുണ്ട്. മൂപ്പർക്ക് ഒരു പ്രശ്നം തന്നെയല്ല. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല ഈ ആയത്തിനെ വ്യാഖ്യാനത്തിൽ കൊടുത്ത സംഭവമാണ്. അത് സനദ് കൊണ്ട് സ്വഹീഹാണോ ലഈഫാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. സ്വാഭാവികം. സനദ് ലൈഫാണോ സ്വഹീഹാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഫൈസൽ മൗലവിയോട് നമ്മളെ നാടൻ ഫൈസല് അതിനെക്കുറിച്ച് സംശയം ചോദിച്ചിട്ടേ ഇല്ല. യാ ഇബാദല്ലാഹ് ലൈഫാണെങ്കിലും അതിന്റെ ആശയത്തിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല. ഇമാമിങ്ങളെ കിതാബിൽ അതുണ്ട്, ഇമാമിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന അസിലാണ് ജിന്നങ്ങളെ അസിൽ.
ഫൈസല്, അത് വെച്ചാണ് ഫൈസൽ ചോദിച്ചത് അതിൽ ശിർക്കുണ്ടോ. അപ്പൊ മൗലവി സനദുമൊന്നും പിടുത്തം കിട്ടിയില്ല. അവസാനം പിന്നെ നമ്മളെ സുന്നി ഫൈസലിനോട് മുജാഹിദ് ഫൈസൽ എന്താ ചൊറിയണറികൾ, അതിപ്പോ അതിന് റാസിയിൽ മാത്രമല്ല ഉള്ളൂല്ലോ, വേറെ എവിടെ ഇല്ലല്ലോ. തഫ്സീർ ഗ്രന്ഥങ്ങളിലും മറ്റെവിടെയും അത് കാണാൻ സാധിക്കുന്നില്ല. റാസിയിൽ മാത്രമാണ് അത് കാണുന്നത്. അവിടെ തന്നെ സനദോ മറ്റവലംബമോ കൊടുത്തിട്ടുമില്ല. അപ്പൊ എത്ര കിതാബിൽ കാണണപ്പഞ്ഞൊരു സംഗതി ശിർക്കല്ല എന്ന് പറയണമെങ്കിൽ, അപ്പൊ ഫൈസലിനോട് മൂപ്പര് പറയണ എന്താ, ഫൈസലെ അതിന് സനദില്ല. അതുപോലെ മൗലവി പറയണ എന്താ, ഫൈസലെ അത് റാസിയിൽ മാത്രല്ലേ ഉള്ളൂ, എയിലാണെങ്കിലും ഷിർക്ക് ഇമാമിങ്ങൾ എഴുതിയൊക്കോ എന്നുള്ളതാണ് നമ്മളെ സുന്നി ഫൈസലിന്റെ ചോദ്യം. പക്ഷേ അത് രണ്ടിനും നമ്മളെ ഫൈസൽ കുട്ടി മറുപടി കൊടുത്തു, സനദ് എന്ത് എന്നുള്ളതല്ല, ഹദീസ് മുങ്കറാണോ അല്ല എന്നുള്ള അല്ലെന്റെ വിഷയം, പിന്നെ അതിൽ ഷിർക്കുണ്ടോ ഇല്ലേ എന്നതാണ്. പിന്നെ ഫൈസൽ പറഞ്ഞു റാസിയിലോ കുനുകുനേന കിതാബിലുണ്ട് പറഞ്ഞ് നമ്മളെ നാടൻ ഫൈസൽ മൗലവി ഫൈസലിന് കിതാബാണ് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇത് പിന്നെ മുങ്കറാണോ എന്നല്ല എന്റെ ചോദ്യം. അതാണ് മുങ്കറാണോ അല്ലേന്ന് പിന്നെ ചർച്ച ചെയ്യാ. ആണെങ്കിൽ തന്നെ നിങ്ങളും പലതും റാസിന്ന് ഉദ്ധരിച്ച് വേലേറിയുന്നില്ലേ, അപ്പൊ അത് വേറെ വിഷയം. പക്ഷേ അതിൽ ശിർക്കുണ്ടോ ഇല്ലേ ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ശിർക്കല്ല എന്നുള്ള വാദം. അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് പ്രിയ ഉള്ളത്, അത് നിങ്ങൾ കളയരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇമാം റാസി കെ മൗലി പറഞ്ഞാണ് വാദിയാനിയുടെ ഖണ്ഡനം എന്ന പുസ്തകം ഇമാം റാസി എന്ത് പിന്നെ 6-ാം നൂറ്റാണ്ടിൽ മുജദ്ദിദാണെന്ന് ഇമാം റാസി റളിയല്ലാഹു പറയുന്നു എന്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജനാസ കൊണ്ടുപോയി റസൂലുള്ളാഹിനെ മറവ് ചെയ്യാൻ അനുവാദം ചോദിച്ചാൽ റസൂലുള്ളാഹി മറുപടി കൊടുത്ത സംഭവം ഇമാം റാസി ധരിക്കുന്നു. അത് നിങ്ങൾ പറഞ്ഞു വേറെ ഗ്രന്ഥമുണ്ടാവും. കിതാബ് ശരീയിലും ഇമാം ഹിജ്റ 360 വഫാത്തായ ഇമാം മാജൂരിയുടെ കിതാബ് ശരീയിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. 14ഓളം ഇമാമുമാർ തന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മൗലവി 14 ഇനി അവിടുന്ന് എണ്ണിയതിനു ശേഷം ഒരുപാട് വേറെ കിട്ടാണ്ട്. റാസിയിൽ മാത്രല്ലുള്ളൂ എന്ന് പറഞ്ഞ മൗലവിക്ക് കുനുകുനേനെ നമ്മളെ സുന്നി ഫൈസൽ കിതാബാണ് പറഞ്ഞു കൊടുത്തപ്പോ പണ്ടൊരു ചങ്ങായി അയലോകക്കാരനോട് ഒരു ബര വരച്ചിട്ട് പറഞ്ഞില്ല ഇതിന്റെ അപ്പുറം കടന്നാ കാട്ടിത്തരാ. ഓൻ അതിന്റെ അപ്പുറം കടന്നപ്പോ രണ്ടാമത്തെ വരച്ചിട്ട് ഇതിന്റെ അപ്പുറമാണ് കാരണം. അതിന്റെ അപ്പുറം കടന്നപ്പോ മൂന്നാമത്തെ വരച്ചിട്ട് പറഞ്ഞു അതൊന്നല്ല, ഇതിന്റെ അപ്പുറം കടന്ന എന്റെ മൂക്ക് ഞാൻ ചൊത്തും. അയലോകക്കാരൻ മൂന്നാമത്തെ വരന്റെ അപ്പുറം കടന്നപ്പോ ഇവൻ പറഞ്ഞു എന്നാ ഞിജാണ് പോയിക്കോട് എന്നതുപോലെ റാസിയിൽ മാത്രല്ലുള്ളൂ എന്ന് ചോദിച്ച ഫൈസൽ മൗലവിക്ക് കുനുകുനെ കിതാബ് പറഞ്ഞു കൊടുത്തപ്പോ കിതാബുണ്ട് അതിന് 10. പിന്നെ ഫൈസലിന് നമ്മളെ സുന്നി ഫൈസൽ പറഞ്ഞു കൊടുക്കുകയാണ് മൗലവി മുജദ്ദിദാണ് എന്ന് വരെ കെ എം മൗലവി പറഞ്ഞ ആളല്ലേ റാസി ഇമാമ്, അതിലാണിത്. മാത്രമല്ല റാസി ഇമാമിൽ വേറൊന്നുണ്ട്, അൽമനാറിൽ മുജാഹിദുകൾ പരിചയപ്പെടുത്താണ് എന്തേ പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നത് മഫാത്തിഹുൽ ഗൈബ് എന്ന ഖുർആൻ വ്യാഖ്യാനമാണ്. ശിർക്കുപരമായ ഖുറാഫാത്തുകളെയും ബിദ്അത്തുകളെയും നിർമാർജനം ചെയ്യുന്നതിൽ ഈ വ്യാഖ്യാനം പ്രമുഖ സ്ഥാനം അർഹിക്കുന്നു. അപ്പൊ റാസി ഇമാമ് ശിർക്കും കുഫറൊക്കെ മാറ്റിയിട്ട് ക്ലിയർ തൗഹീദ് പറയുന്ന ആളാണ്. ആ റാസി ഇമാമിന്റെ കിതാബിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി വെച്ച് വഫാത്തായ നബിയെ വിളിക്കുകയാണ്. ജനാസ അകത്ത് കയറ്റട്ടെ എന്ന് ചോദിക്കുകയാണ്. അദൃശ്യമായ വഴിയിലൂടെ റസൂലുള്ളാഹി അറിയുകയാ. അതിന് റസൂലുള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് അദൃശ്യമായി ഉത്തരം കിട്ടുകയാണ്. അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ കൂട്ടുകാരനെ എന്നിലേക്ക് ചേർത്തി വെക്കൂ സ്വഹാബാ. ഇത് റാസി ഇമാം പഠിപ്പിച്ചതാ. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തോ മുജാഹിദ? ഇമാമിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കും എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഇമാമിങ്ങളുടെ കിതാബിൽ ശിർക്കുണ്ട് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, എന്തിനാ മുജാഹിദ് ആ വയസ്സുകാലത്ത് നിങ്ങൾ AP അബ്ദുൽ ഖാദർ മൗലവിനെ കുറെ വേദനിപ്പിച്ചത്? എന്തിനാണ് നിങ്ങൾ ആ മുജാഹിദിനെ പിളർത്തിയത്? എന്തിനാണ് നിങ്ങൾ വേറൊരു ജിന്നു മുജാഹിദ് ഉണ്ടാക്കിയത്? ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യൂല എന്ന് പറയാനല്ലേ, ഇമാമിങ്ങളുടെ കിതാബ് ശിർക്ക് പ്രചരിപ്പിക്കൂല എന്ന് പറയാനല്ലേ. എന്നിട്ട് വേറൊരു സംഘടനയും സൗകര്യവും ഒക്കെ ആയപ്പോ മുജാഹിദ് കുറെ സാധുക്കൾ ഒപ്പം കിട്ടിയപ്പോ പിന്നെ മറ്റേ മുജാഹിദ് പറയണ തോന്നിയാസങ്ങളും പറയാ. അതിനാണെങ്കിൽ പിന്നെ എന്തിനാ ജിന്ന മുജാഹിദ്? എന്നിട്ടോ സഹോദരന്മാരെ, വീണ്ടും നമ്മളെ ഫൈസലിന്റെ ചോദ്യം എന്താണ്? ചോദ്യം ഇമാമുകൾ ശിർക്ക് ചെയ്യോ മൗലവി എന്ന ചോദ്യം. അപ്പൊ ഫൈസൽ മൗലവി വേറൊരു ബോൾ കൊടുത്തു. എന്താ പറഞ്ഞ നിങ്ങള് അതിലിപ്പോ അതിനെന്താ ഇസ്തിഹാസ ഉള്ളത്? അള്ളാന്റെ റസൂൽ ഇങ്ങോട്ട് ഇസ്തിഹാസ നടത്തിന, അങ്ങോട്ട് വിളിച്ചത് മൂപ്പര് മുണ്ടിയില്ല. ഇതൊരു സാധാരണക്കാരനല്ലേ വിചാരിച്ച് പൊട്ടീസാക്കാണ്. അപ്പം മൗലവി പറയാ ഇങ്ങോട്ടല്ലേ റസൂലുള്ള മറുപടി എന്നത്? അപ്പൊ റസൂലുള്ള ഇങ്ങോട്ടാണോ ഇസ്തിഹാസ നടത്തിയത്? അതിലിപ്പോ എവിടെയാ ഇസ്തിഹാസ ഉള്ളത്? അവിടെ എന്താ ഇസ്തിഹാസ ഉള്ളത്?
ഇസ്തിഗാസ ഉള്ളതോ? യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ ജാറത്തിന്റെ അടുത്ത് കഴിഞ്ഞിട്ട് വിളിക്കുക. ആരെ? കാണാത്ത റസൂലുള്ളാനെ. അദൃശ്യമായ വഴിയിൽ റസൂലുള്ള കേൾക്കുകയാണ്, ഉത്തരം കൊടുക്കുകയാണ്, സമ്മതം ചോദിക്കുകയാണ്. അതൊക്കെ തന്നെയാ വഹാബികളെ ഇസ്തിഗാസ. അല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? റസൂലുള്ളാന്റെ ജാറത്തിങ്ങ ചെന്ന് കണ്ട ഒരാൾ വല്ല സമ്മതം ചോദിച്ചാൽ, എൻ്റെ മകളെ ഞാൻ കെട്ടിച്ചട്ടെ നബിയെ, എൻ്റെ വീട് ഞാൻ കച്ചവടാക്കട്ടെ എന്നൊക്കെ റസൂലുള്ളാനോട് ഒരാൾ ചോദിച്ചാൽ റസൂലുള്ള കേൾക്കും, ഉത്തരം തരും എന്ന് കരുതി ചോദിച്ചാൽ അത് ശിർക്കാകുമോ വഹാബികളെ? ആവോ? നമ്മുടെ വിഷയം ഹദീസും ഹദീസ് ഷേദുവാണെങ്കിലും നിങ്ങൾ ഇസ്തിഗാസക്കാണല്ലോ കൊണ്ടുവന്നത്. അതിലെന്താ ഇസ്തിഗാസ ഉള്ളത്? മയ്യത്തോടെ കൊണ്ടുവന്ന് വെച്ചു, ഫനൂദിയ മിനൽ ഖബരി. അല്ലല്ല, ഫനൂദിയ യാ റസൂലല്ലാഹ്. റാസിയിൽ അങ്ങനെയുണ്ട്, അബൂബക്കറും ഫിൽ ബാബ് അങ്ങനെയുണ്ട്. അത് മൗലവി കട്ടു, വായിക്കണത് മുയിവിച്ചു വായിക്കും എന്നല്ലേ മറ്റേ മൗലവി ഡയലോഗ് അടിച്ചത്. നിങ്ങൾ കക്കണോലാന്നപ്പോ ഞാൻ തെളിവ് സഹിതം പറയുന്നത്. ആ റാസിയിലില്ലേ മുജാഹിദ്, വനൂദിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു എന്നില്ലേ? അബൂബക്കറും ഫിൽ ബാബ് എന്ന് സമ്മതം ചോദിച്ചതില്ലേ? അതിന്റെ ഉത്തരമല്ലേ മുജാഹിദ് അദൃശ്യമായ വഴികളിലൂടെ റസൂലുള്ള ഇങ്ങോട്ട് കൊടുത്തത്? അതല്ലേ റാസിയിലുള്ളത്? അപ്പൊ ഖബറിന്ന് വിളിച്ചു പറയപ്പെട്ടു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുക. ഇവിടെ എന്താ ഇസ്തിഗാസ ഉള്ളത്? അതോ യാ റസൂലല്ലാഹി അബൂബക്കറും ഫിൽ ബാബ്, അതന്നെ ഇസ്തിഗാസ. എന്ത് ഇസ്തിഗാസ ഇവിടെ ഉള്ളത്? അതന്നെ ഇസ്തിഗാസ. അല്ലാതെ ആന കുമ്പിടുക നല്ല ഇസ്തിഗാസ. വഫാത്തായ റസൂലുള്ളാനെ വിളിക്കുക, റസൂലുള്ളാനോട് വല്ലതും പറയാ, അതിന് റസൂലുള്ള ഉത്തരം തരിക. ഈ കലാപരിപാടിയാണ് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്തിഗാസ. അതാണ് ഇവിടെ സ്വഹാബത്ത് ചെയ്തത്. അതിനാണ് റസൂലുള്ള ഉത്തരം കൊടുത്തത്. അതാണ് റാസി ഇമാം കിതാബിൽ എഴുതി വെച്ചത്. മുജാഹിദേ, യാ ഇബാദല്ലാഹിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ശിർക്ക് പ്രചരിപ്പിച്ചവരും പറഞ്ഞവരുമാകുമെന്ന് പറഞ്ഞ് KNM-നെ നെടുക പിളർത്തിയ വയസ്സുകാലത്തെ പി അബ്ദുൽ ഖാദർ മൗലവിയെ തെരുവിലിട്ട് ആക്ഷേപം പറഞ്ഞ ജിന്ന മുജാഹിദുകളെ പറയൂ, നിങ്ങള് അത് തന്നെയല്ല ഇസ്തിഗാസന്റെ വിഷയത്തിൽ ഈ പറയുന്നത്? റാസി ഇമാമായ എഴുതിയത് ശിർക്കാണോ? വീണ്ടും നമ്മളെ സുന്നി ഫൈസൽ വിളിച്ചിട്ട് മുജാഹിദ് മൗലവിനോട് ചോദിക്കാം, മൗലവി അതിൽ ശിർക്കുണ്ടോ? അത് പറയുങ്ങള് ശിർക്കുണ്ടോ ഇല്ലേ? സനദി നമുക്ക് പിന്നെ ശിർക്കുണ്ടോ ഇല്ലേ? അതാണ്. അപ്പൊ മൗലവിന്റെ മറുപടി ഉണ്ടോ ഇല്ല, ഇല്ലേ ഉണ്ട്, ഉണ്ടോ ഉണ്ടില്ല, ഇല്ലേ ഇല്ലണ്ടേ. ഈ കളിയാണ്. കിതാബ് ശരീഅ് വഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറുൻ യസ്തഅ്ദിനു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് കണ്ട് പറയാണ്, സലാം പറഞ്ഞു. സലാം പറഞ്ഞ ശേഷം ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനാസയാണ്. എന്നിട്ട് സമ്മതം ചോദിക്കുകയാണ്. വഫാത്തായ റസൂലുള്ളാഹിനോട് സമ്മതം ചോദിക്കാൻ പറ്റുമോ? അത് സ്ഥിരപ്പെടണ്ടേ? സ്ഥിരപ്പെടല് പിന്നെ ചോദിക്കാൻ പറ്റുമോ? പറ്റൂലേ? ചോദിച്ചു എന്നുള്ളത് റാസിന്ന് മൗലവി ഇതുവരെ വായിച്ചിട്ടില്ല. നമ്മളെ സുന്നി ഫൈസൽ അങ്ങനെ പുട്ടിനെ തേങ്കടും പോലെ വായിക്കണുണ്ട്. അത് മൂപ്പര് കേൾക്കണേ ഇല്ല. ഇത് ഇമാമുകൾ ഇല്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത് 14ഓളം ഇമാം 360 വഫാത്തായ ഇമാം മാജൂരി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു, ഇമാം സഫൂരി റളിയല്ലാഹു അൻഹു, അങ്ങനെ 14ഓളം ഇമാമുമാർ ഈ വിഷയം ഉദ്ധരിക്കുന്ന മൗലവി ഒരിക്കലും ഈ വിഷയത്തിൽ ഞാൻ ആയിക്കോട്ടെ, അതിനെന്താ? ഇജ്ജാണ് പോയിക്കൂടെ? ആ വരന്റെ അപ്പുറം അന്നെ ഞാൻ കാട്ടി തരാം. അപ്പൊ അപ്പുറം കടന്ന ആ വരന്റെ അപ്പുറം അതിന്റെ അപ്പുറം നഞ്ഞിജ്ജാണ് പോയിക്കൂടെ? ആയിക്കോട്ടെ ഫൈസലേ, ഇമാമിങ്ങൾ അങ്ങനെ ഇരിക്കോട്ടെ. ശിർക്ക് പ്രചരിപ്പിക്കോ മുജാഹിദേ ഇമാമിങ്ങള്? വഫാത്തായ റസൂലുള്ളാനെ സ്വഹാബത്ത് വന്ന് വിളിച്ച് ജനാസ അകത്ത് കയറ്റാൻ അനുമതി ചോദിച്ച ഇസ്തിഗാസ, അത് റാസി ഇമാമിന്റെ കിതാബിലുണ്ട്. റാസി ഇമാം ശിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാണോ? ആ റാസി ഇമാമിന്റെ കിതാബ് ശിർക്ക് പഠിപ്പിക്കുന്ന കിതാബാണോ? പറയൂ മുജാഹിദേ. അതേപോലെ ആര് ഉദ്ധരിച്ചാലും സ്വീകാര്യോഗ്യമായ പരമ്പരയിൽ വരേണ്ട ഒന്ന്, മറ്റൊന്ന് ഇമാമുമാർ അതിലെവിടെ ശിർക്ക്? റസൂലെ സഹായിക്കണേ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടേ, റസൂലെ സഹായിക്കണോ? ഞങ്ങൾക്ക് സിദ്ദീഖ് തങ്ങളെ ജനാസ ഒന്ന് ഔത്ത് കയറ്റണോ? അതിനൊരു ജവാബ് തന്ന് ഞങ്ങളെ സഹായിക്കണേ എന്നാണ് ആ ചോദിച്ചത് സ്വഹാബത്ത്. അതാണ് മൗലവി റാസി ഇമാമിന്റെ കിതാബിലുള്ളത്. എവിടെ ശിർക്ക്? നിങ്ങൾ വെറുതെ ഒരു മിനിറ്റ് മൈക്ക്. അതാണ് മുജാഹിദിന്റെ മുഖാമുഖം കണ്ട് മൈക്ക കൊടുക്ക്. ഇനി ഇയാളെ കാളമൂത്ര പ്രസംഗാണ് കണ്ടങ്ങള്. അവസാനം ഫൈസലിന്റെ മുമ്പ് നിൽക്കും മൈക്ക വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങിയെന്ന് മാത്രമല്ല, ഈ ഫൈസൽ മൗലവിക്ക് ഒരു സ്വഭാവമുണ്ട്. മൂപ്പരൊരു സംഗതി മണ് പിടിച്ചാണ്ടല്ലോ, ഞാൻ പിടിച്ച മൊയലിന് 3 ചെവിയാന്ന് എന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടേ നിൽക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ
ഫൈസലിന്റെ ജാറത്തെങ്കിൽ വന്ന് മഴയെ തേടിയത് ഒരു ദിവസം ബിദ്അത്തായത്, പിറ്റേ ദിവസം പിന്നെ ശിർക്കായത്, പിറ്റത്തെ ദിവസം ബിദ്അത്തും ശിർക്കും ഒക്കെപ്പാടായത്. അങ്ങനെയൊക്കെയാണ് ഫൈസലിന്റെ പരിപാടി എന്ന് ഫൈസൽ മൗലവിക്ക് അറിയില്ലെങ്കിലും ഒപ്പുള്ളവർക്ക് നന്നായി അറിയാം. അങ്ങനെ പിന്നെ ഫൈസൽ മൗലവി ഇതുമ്മ കടന്നിങ്ങനെ ഉരുണ്ടപ്പോ അപ്പുറത്ത് നമ്മളെ മാലിക് സലഫി ഉണ്ട്, ഒപ്പം നടക്കുന്ന ആളാണ്, രാപ്പനി അറിയാലോ. അപ്പോ ഫൈസൽ മൗലവിന്റെ ഈ കലാപരിപാടി ഇനി വേറൊരു വിവാദത്തേക്ക് കൊണ്ടുപോകുന്നു മാലിക് സലഫിക്ക് ഉറപ്പായി. അപ്പൊ മൂപ്പര് നീച്ചിട്ട് പണ്ടൊരു ചങ്ങായി കുല്യായുൽ കാഫിറൂൻ ഓതി നിർത്താൻ കുടുങ്ങിയില്ലേ, ലാ അബ്ദു മാതാബുദു പറഞ്ഞ് ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുക, ബനത് ഓർമ്മല്ല. അവസാനം റുകൂക്കോണെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണ്ടേ, വസ്തുതു വക്ക് തെരുവ്. അങ്ങനെ കുല്യായുൽ കാഫിറൂൻ ഇക്രക്ക് പോയ മാതിരി മാലിക് സലഫ് നീച്ചിട്ട് പറഞ്ഞു ഫൈസലെ സനദ് വായിച്ച്. അവിടെ കുല്യായുൽ കാഫിറൂനെ ഓതുന്നത് ശിർക്കുണ്ടല്ലോ എന്നുള്ളതാ വിഷയം. പക്ഷെ മാലിക് സലഫി അവിടെ ഓതുന്നത് ഇക്ര വിസ്മിയാണ്. അങ്ങനെ പിന്നെ പറഞ്ഞു ഒരു അർഫ് ഇവിടുന്ന് മുണ്ടാൻ പാടില്ല, മുണ്ടണമെങ്കിൽ ആ സനദാണ് വായിക്കണം. ഇനി ഫൈസൽ സംസാരിക്കേണ്ടത് ആ സ്വഹീഹായ സനദ് മാത്രം വായിക്കാം. പൊന്നാര പടപ്പുകളെ, ഫൈസലിന് സനദിന്റെ വിഷയത്തിൽ അവിടെ സംശയമില്ല. ഫൈസലിന്റെ പ്രശ്നം എന്താണ്, യാ ഇബാദല്ലയിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല, സനദ് ലൈഫാണെങ്കിലും. ശിർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങളെ കിതാബിൽ ശിർക്കുണ്ട് എന്ന് വരും, ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് വരും. ഇതാണ് ജിന്ന് മുജാഹിദങ്ങളെ ഉസൂല്. ആ ഉസൂലിന്റെ മൊരട്ടിലാണ് ഞങ്ങളെ സുന്നി ഫൈസൽ വന്ന് ഒന്നായിട്ട് JCB വെച്ച് മാന്തണത്. മാന്താന്ന് മാത്രമല്ല മൗലവിമാരുടെ തലയിൽ കൂടെ അത് എടുത്തിടാണ്. ഇത് നന്നായി മനസ്സിലാക്കി മാലിക് സലഫിക്ക് നീച്ചിട്ട് പറഞ്ഞു ശിർക്കിനെ പറ്റി മൂപ്പർക്ക് വിഷയമല്ല, കുല്യായുൽ കാഫിറൂനക്ക് മൂപ്പര് വരുന്നേല്ല, മൂപ്പര് ഇഖ്റ ബിസ്മില്ല. ഫൈസൽ ഇവിടെ ശ്രദ്ധിക്കും. ഫൈസൽ സഹീഹായ സനദ് മാത്രം വായിക്കാൻ, അപ്പുറം ഒരു അക്ഷര ഹർഫും ഉണ്ടാകാൻ പാടില്ല. ഏയ് ഫൈസൽ അത് ചോദിച്ചാൻ അവിടെ വന്നിട്ടേ ഇല്ല. ഫൈസൽ ഹദീസിന്റെ സനദും ലൈഫും ചർച്ച ചെയ്യാൻ അവിടെ വന്നിട്ടേ ഇല്ല. സനദ് ലൈഫ് ആണെങ്കിൽ പോലും ഇമാമിങ്ങൾ പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമാണെങ്കിൽ അതിന്റെ മത്തിനിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കണ്ട ഞങ്ങൾ AP അബ്ദുൽ ഖാദർ മൗലവിനോട് തെറ്റിയത്. അതും പറഞ്ഞ് ഞങ്ങൾ TP അതിനെ തെരുവിൽ തെറി പറഞ്ഞത്. അതും പറഞ്ഞാണ് നിങ്ങൾ ജഹന്നമിനെ പിളർത്തിയത്. അങ്ങനത്തെ നിങ്ങളിപ്പോ അത്യാവശ്യം ഓഫീസും 10 കുഞ്ഞാടുകളെ കിട്ടിയപ്പോൾ ഓല് പറഞ്ഞ തോന്നിയാസത്തേക്ക് തന്നെ തിരിച്ചു പോവുക. എന്നാൽ പിന്നെ അത് പറയുന്നത് ഞങ്ങൾക്കിതിൽ AP അബ്ദുൽ ഖാദർ മൗലവിന്റെ അഭിപ്രായം തന്നെയാണ്. അതിന്റെ ഒരു അന്തസ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കാണെങ്കിൽ മാറ്റി പറയാൻ യാതൊരു സുറുമുളില്ല. അപ്പൊ ഞങ്ങൾ മാറ്റിക്കണെന്നാണ് പറഞ്ഞളി. പരമ്പര അതിനാണ് വെറ്റിൽ പറ്റി കാവ്യൊക്കെ അറിയാം. പറഞ്ഞോളൂ. വേറൊന്നും പറയണ്ട. ആ ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ടോ ഇല്ലേ? ഇല്ല, ഇമാമിങ്ങൾ ഉണ്ട് ചെയ്തു എന്ന് പറയേണ്ടി വരും. റാസി ഇമാമിന്റെ കിതാബിൽ അപ്പറഞ്ഞിൽ ശിർക്കിന്റെ ആശയുണ്ടോ? അതാണ് സുന്നി ഫൈസലിന്റെ ചോദ്യം. അത് ജിന്ന് മുജാഹിദിനോടേ ചോദിക്കുള്ളൂ. കാരണം നിങ്ങളെ മൊരട് അയിമ ഉണ്ടാക്കിയതാ. ഇമാമിങ്ങളെ കിതാബിൽ ശിർക്കിന്റെ ആശയം ഉണ്ടാവൂല, ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യൂല എന്നുള്ളതാണ് ജിന്നങ്ങളെ മൊരട്. അതറിയണോണ്ടാ ഞങ്ങളെ സുന്നി ഫൈസൽ അവിടെ ചോദിച്ചാൻ വന്നത്. ഓൻ സനദ് ചോദിച്ചാൻ വന്നല്ല, അതിൽ ശിർക്കുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൻ വന്നതാ. അപ്പൊ മാലിക് സലഫി അതല്ലാത്തതൊക്കെ മുണ്ടിക്കോ, അതിനെ പറ്റി ഒരു അർഫും ഉണ്ടാൻ പാടില്ല. സനദുണ്ടോ ഇല്ലെങ്കിൽ ഫൈസലിന് പോകാം. ഇനിയും ഫൈസൽ അവിടെ വന്നിട്ട് ശിർക്കുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാലേ മൗലവി ആകെ വട്ടം കറങ്ങുന്നു. ഫൈസൽ മൗലവിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലോ, ഫൈസൽ മൗലവി ഒരു മുഖാമുഖം നടത്തിയാൽ പിന്നെ പറഞ്ഞ പോയത്തൊക്കെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ LCD കൂടെ വരുമ്പോഴാണ് മൂപ്പർക്ക് ഓർമ്മ വരിക. അപ്പൊ പിന്നെ പിന്നത്തെ മുഖാമുഖത്തിൽ മൂപ്പർ അതെന്ത് ചെയ്യും, നേരെ കുത്തനെ പറയും, യാതൊരു സുറുമ്പുളി മൂപ്പർക്ക് അതിനില്ലാനും. ഇതാണ് ഫൈസൽ മൗലവി. പക്ഷെ മാലിക് സലഫിക്ക് ഈ കട്ടക്കാലം മനസ്സിലായപ്പോ മൂപ്പര് വേഗം മൈക്കെടുത്ത് പറഞ്ഞതാണ്, ഓ മുജാഹിദ് ജിന്നുകളെ, നിങ്ങൾ ഏതൊരു അസ്ലിലാണ് അസ്ഥിവാരമിട്ടത്? നിങ്ങൾ എന്തിന്റെ പേരിലാ മുജാഹിദിനെ പിളർത്തിയത്? ആ പിളർത്തിയതിന്റെ പേരിൽ തെരുവിൽ നിങ്ങൾ പറഞ്ഞത് തീർത്തും ലഈഫാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഹദീസ്, നിങ്ങളുടെ നിർവചനങ്ങൾ പ്രകാരം ശിർക്കിന്റെ ആശയം വരേണ്ട ഒരു ഹദീസ്, ആ ഹദീസിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരോ? ഇമാമിങ്ങളെ കിതാബിൽ ശിർക്കുണ്ട് എന്ന് പറയേണ്ടി വരോ? എന്നും പറഞ്ഞ് മുജാഹിദിനെ പിളർത്തി ജിന്ന് മുജാഹിദ് എന്നോമന പേര് സ്വയം ഏറ്റുവാങ്ങിയ മുജാഹിദുകളെ ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശയവുമായി ഈ നാട്ടിലെ തെരുവിൽ വരാൻ നിങ്ങൾക്ക് കഴിയുമോ? സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ മുജാഹിദുകളെ?